അർജന്റീനയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ബ്യൂണസ് എയേഴ്സിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ മാറി വടക്ക് പടിഞ്ഞാറായി പരാന നദിയുടെ വലതുവശത്തായിട്ട് കാണപ്പെടുന്ന ഒരു കൊച്ചു കൗണ്ടിയുണ്ട്. ഞാൻ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലമാണിത്. കമ്പാന എന്ന് പറയും. മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ്, അതായത് ഭരണസിരാ കേന്ദ്രം എന്ന് പറയും. നമുക്കത് കാണാം. ഇവിടുത്തെ ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് പ്ലാസ ഇറ്റാലിയ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർക്കാണിത്. നമുക്ക് കാണുന്ന പോലെ തന്നെ ഈ കമ്പാന നഗരം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം ഫ്രാൻസിസ്കോ അൽവാരസ് കമ്പാന എന്ന് പറഞ്ഞൊരു മർച്ചൻറ്റിൻ്റെ പേരിലാണ് 1759കളിൽ. അതിനുശേഷം ഇത് എസ്റ്റാബ്ലിഷ് ആയത് 1885 ജൂലൈ 6-ാം തീയതിയാണ്. അതിനു മുമ്പ് ഇത് നമ്മൾ കാണുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ്. ചർച്ച് മീൻസ് അത് സാന്റ ഫ്ലോറന്റീന എന്ന് പറഞ്ഞൊരു കത്തീഡ്രലാണ്. ഇവിടെ റെയിൽ റോഡുകളുടെ ആവിർഭാവം ബ്യൂണസ് എയേഴ്സിൽ നിന്ന് ഏകദേശം 1874കളിൽ കമ്പാന സാരത്തെ ഭാഗമായിട്ട് റെയിൽ റോഡുകളുടെ എക്സ്പാൻഷൻ മൂലം വളരെയധികം പെട്ടെന്ന് തന്നെ വളരെ പുരോഗതി പ്രാപിച്ച ഒരു പട്ടണമാണ്. അവിടെയുള്ളൊരു വളരെ ഫാൻ ബേസുള്ള ഒരു ലോക്കൽ ക്ലബ്ബാണിത്. വിഷ ഡാൽമിനി എന്ന് പറയും. പഴയ ക്ലബ്ബ്. അവിടുത്തെ ആളുകൾ അവരുടെ ഒരു ലോക്കൽ ഫാൻ ബേസും വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ലോക്കൽ ഫുഡുകളുടെ കാര്യത്തിലാണെങ്കിലും വളരെ ബ്രൂഡ് ബിയർ ആയിട്ടുള്ള സെർവേസ ആർട്ടിസനാൽ എന്ന് പറയും. വീക്കെൻഡുകൾ വളരെയധികം എൻജോയ് ചെയ്യുന്ന, വളരെ അടിച്ചു പൊളിക്കുന്ന ഒരു തരം ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എല്ലാവരും വന്ന് അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത്തരം സ്ഥലങ്ങളിലൂടെയാണ്. അതായത് ഡോൺ ഹുവാൻ എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കഫറ്റേറിയ, അതുപോലെ തന്നെ റെസ്റ്റോ ബാർ എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാതകളും ഇറ്റാലിയൻ സ്പാനിഷ് ആയിട്ടുള്ള ഒരു കൊളോണിയൽ സംസ്കാരമൊക്കെ നമുക്കിവിടെ ശരിക്കും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കമ്പാനയോട് പറയുമ്പോൾ കമ്പാനയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഈ ഒരു കോസ്തനേര എന്ന് പറയും. കോസ്റ്റൽ ഫ്രണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത ഈ അടുത്ത കാലത്തായിട്ട് റിനോവേറ്റ് ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ്. മുനിസിപ്പാലിറ്റി കോംപ്ലക്സ് ആണ് കാണുന്നത്. കമ്പാനയുടെ കോസ്റ്റൽ ഫ്രണ്ട് വളരെ മനോഹരമാണ്. ഈ അടുത്ത കാലത്തായിട്ട് റിനോവേറ്റ് ചെയ്ത ഈ ഒരു സ്ഥലം എല്ലാവരുടെയും ഒരു ഇഷ്ട സ്ഥലമായിട്ട് മാറി. കോസ്റ്റൽ ഫ്രണ്ട് ഇത്ര മനോഹരമായിട്ട് കാത്തു സൂക്ഷിക്കാമെന്ന് കാട്ടിത്തന്നൊരു സ്ഥലം. അതുപോലെ തന്നെ കമ്പാനയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പാർക്കാണ് പ്ലാസ ഉറുബാന. അവിടെ എന്നെ അട്രാക്ട് ചെയ്തൊരു വളരെ വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ്. ഇതൊരു എയർക്രാഫ്റ്റിൻ്റെ ഒരു മൊണമെൻ്റായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചേക്കുന്നതാണ് അവർ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ FMA IA 58 പൂക്കാറ എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റാണത്. ഗ്രൗണ്ട് അറ്റാക്കിനൊക്കെ പറ്റുന്ന രീതിയിൽ ഫാക്ലൻഡ് വാർ ഗറാദെ മാൽവിനാൻസ് എന്ന് പറയും. ഏകദേശം 10 ആഴ്ച നീണ്ടുന്ന ഈ യുദ്ധം 1982 ഏപ്രിൽ 4-ന് ആരംഭിച്ചിട്ട് ജൂൺ 16-ാം തീയതിയാണ് കഴിയുന്നത്. പാട്രിയോട്ടിക് ആയിട്ടുള്ള അർജന്റീനിയൻസ് ഇപ്പോഴും അതിൻ്റെ സോവറിനിറ്റി അവർക്ക് തന്നെയാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. ഓരോ നഗരങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ കമ്പാന സാരത്തെ കൗണ്ടികളെല്ലാം നമുക്കത് അതിനൊരു മാതൃക തന്നെയാണ്. അർജന്റീനയുടെ ഒട്ടുമിക്ക കൗണ്ടീസും ഇതുപോലെ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു ടൗൺ പ്ലാനിങ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിശാലമായ റോഡുകളും അവന്യൂകളൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി വിശാലമായിട്ടുള്ള പാർക്കുകൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ പാസ റുബാനോനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കത് എൻ്റെ പുറകിൽ കാണാവുന്ന ഒരു ബിൽഡിങ്, ഗ്ലാസ് സ്ട്രക്ചർ, നല്ലൊരു ആർക്കിടെക്ചറൽ ഒരു സ്ട്രക്ചറായിട്ട് കാണുന്ന ഇത് കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു വലിയൊരു ലൈബ്രറിയാണ്. ഈ ഒരു ലൈബ്രറി കണ്ടപ്പോൾ ഞാൻ വളരെയധികം അത്ഭുതപ്പെട്ടു. കാരണം ഇത്ര ഭംഗിയിൽ അത് നല്ലൊരു പാർക്കിൽ തന്നെ ഇത്ര നല്ലൊരു സ്ട്രക്ചർ അവർ സ്ഥാപിച്ചു. ഒത്തിരി ആളുകൾ ഇവർ വളരെ വായനാശീലമുള്ള ആളുകളാണ്. പലരും നമ്മൾ ഇപ്പോൾ സബ്വേയിലും അല്ലെങ്കിൽ വാക്ക് വേയിലൊക്കെ കാണുമ്പോൾ എപ്പോഴും വായിച്ചുകൊണ്ട് പോകുന്നതാണ്. അതുപോലെ അർജന്റീനയുടെ എക്കോണമിയുടെ ഒരു കോർണർ സ്റ്റോൺ എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ടെനാരി സിദർക്ക എന്ന് പറയും. ഒരു സ്റ്റീൽ മാനുഫാക്ചറേഴ്സും ലോകത്തിലെ തന്നെ വളരെ വലിയ സ്റ്റീൽ എക്സ്പോർട്ടേഴ്സുമായിട്ടുള്ള ഒരു വലിയ കമ്പനിയാണ്. ഏകദേശം 4000 മുതൽ 5000 വരെ ആളുകൾക്ക് ജോലി കൊടുക്കുന്ന കമ്പാനയുടെ നെടുന്തൂണെന്ന് പറയാനായിട്ട് കഴിയുന്ന ഒരു വലിയൊരു വ്യാപാര സ്ഥാപനം തന്നെ പറയാം. ഇവിടെ അവർ ചെയ്തിരിക്കുന്ന കുറേ CSR ആക്ടിവിറ്റീസ് ഉണ്ട്. അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അവർ റെസ്പോൺസിബിലിറ്റി ചെയ്തിരിക്കുന്ന ഒത്തിരി പാർക്കുകൾ, ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ടെനരീസ് യൂണിവേഴ്സിറ്റി, അങ്ങനെ ഒത്തിരി ഇതിന് ചുറ്റും തന്നെ നമുക്ക് കാണാം അവർ ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പാത്ത് വേസുകൾ, അതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്കുള്ള താമസ സൗകര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ, പാർക്കുകൾ, വിശാലമായിട്ടുള്ള പാർക്കുകളെല്ലാം അവർ ചെയ്തിരിക്കുന്നത്. ഈ ടെനാരീസ് ഏകദേശം 1948കളിലാണ് ഇത് സ്ഥാപിതമായത്. അതിനുശേഷം
സിദർക്ക ടെനാരിസ്. ഈ കമ്പനി പിന്നീട് ഒരു തെച്ചിൻ ഗ്രൂപ്പായിട്ട് 2002 മെർജ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം അവരുടെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ പ്ലാന്റായിട്ട് ഈ കമ്പാന മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു വലിയൊരു ഹബ്ബാണ് ഈ ഒരു ടെനാരിസ്. അവരുടെ ഒരു വലിയൊരു പാർക്കാണ്. ഇവിടെയും ഒത്തിരി ആളുകൾ വരുന്നു, ഒത്തിരി അവരുടെ വീക്കെൻഡുകൾ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾക്ക് കാണാം ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ അർജൻറ്റീനയുടെ ഓരോ മുക്കും മൂലയും അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. വിശാലമായ ഈ റോഡുകളിലും നടപ്പാതകളിലും നമുക്ക് ഒത്തിരി ഫലവൃക്ഷങ്ങളും കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഒരു ചെറിയ വീഡിയോയിൽ വളരെയധികം ഇൻഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഇത്തരം വളരെ മനോഹരമായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ അർജൻറ്റീനയിലുണ്ട്. ഇനിയും ഞാൻ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഒരു ഞാൻ താമസിക്കുന്ന ഒരു പട്ടണമായിരുന്നു ഇത്. ഞാൻ ഏകദേശം ഒരു 7 വർഷത്തോളം താമസിച്ചൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നഗരമാണ് ഈ കമ്പാന. അപ്പോൾ അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട് ശരിക്കും. ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, എങ്കിലും കുറേ സ്ഥലങ്ങൾ കൂടി കാണിക്കാനുണ്ട് ഇവിടെയൊക്കെ. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഫുട്ബോളിനെ വളരെയധികം സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ വീക്കെൻഡുകൾ വളരെയധികം അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു നല്ലൊരു സമൂഹം ആളുകൾ താമസിക്കുന്ന ഒരു വളരെ ശാന്ത സുന്ദരമായിട്ടുള്ള ഒരു പട്ടണമാണ് ഈ ഒരു കമ്പാന എന്ന് പറയുന്നത്. വീക്കെൻഡ് അതിമനോഹരമാക്കുന്ന ഒരു സമൂഹം തന്നെയാണ് ഈ അർജൻറ്റീനൻസ്. എനിക്ക് തോന്നുന്നു എത്ര ടെൻഷനോ വർക്ക് പ്രഷറോ എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ വളരെയധികം ശാന്തമായിട്ട് കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഒക്കെ വീക്കെൻഡുകൾ മനോഹരമാക്കുന്ന ഒരു നല്ലൊരു സമൂഹം. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക. വീണ്ടും കാണും വരെ ബൈ.